എമ്പുരാൻ വിവാദം ഖേദം അറിയിച്ച് മോഹൻലാൽ. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. സിനിമയിലെ ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്ന കുറെ പേർക്ക് മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും അക്കാര്യം തനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടായെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ മോഹൻലാൽ പറയുന്നത്. അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണെന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കാൻ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കലാകാരനെന്ന നിലയിൽ തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ കുറിപ്പ് സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് പിന്നാലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. റീസെൻസറിങ്ങിന് ശേഷം എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലെത്തും. സെൻസറിംഗ് തിരുവനന്തപുരത്ത് ഇന്നലെ പൂർത്തിയായി. ഇന്ന് വൈകുന്നേരത്തോടെ തിയേറ്ററുകളിൽ പുതിയ പ്രിന്റ് എത്തും. മുഖ്യ വില്ലനായ ബാബ ബജ്രംഗിയുടെ പേരുമാറ്റം 3 മിനിറ്റോളമുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. എന്നാൽ തന്റെ മകൻ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ബലിയാടാക്കാൻ ശ്രമമാണെന്ന് നടി മല്ലിക സുകുമാരൻ പറഞ്ഞു. മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചുവെന്ന തെറ്റായ പ്രചാരണമാണ്. ചില ചലച്ചിത്ര പ്രവർത്തകർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും സംശയിക്കുന്നതായും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പൃഥ്വിരാജ് ചതിച്ചെന്നും മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയുമെന്നും തോന്നുന്നില്ല. ഷൂട്ടിംഗ് വേളയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചതും സീനുകൾ ചർച്ച ചെയ്തതുമാണ്. സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ പൃഥ്വിരാജ് മാത്രം കുറ്റക്കാരനാകും? സിനിമയിൽ ലാൽ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ടും സിനിമയിലില്ലെന്നും മല്ലിക സുകുമാരൻ പറയുന്നു.